എന്താണ് അപ്പം പ്ലാവോ? അല്ല, ഇത് മേടിക്കാൻ പോയ ആളല്ലേ പപ്പ? ഡ്രാഗൺ ഫ്രൂട്ടോ? അതൊന്നും അവിടെ പിന്നല്ലേ ഉള്ളൂ, അത് കൃഷി ചെയ്യണം. നല്ല വെയിലായിരുന്നു അല്ലേ? ഈ വെള്ളം കുടിക്കുന്ന വെയിൽ എങ്ങനെ ഉണ്ടായിരുന്നോ? ഭയങ്കര നല്ല പൊരിഞ്ഞ വെയിൽ. റംബുട്ടാൻ കൊണ്ടുവന്നോ? ആഹാ, ഇതൊക്കെ എന്ത്? ഇതിനൊക്കെ വലുതുണ്ട്. ആ, ഇത് ഞാനിപ്പം നമ്മളിപ്പം വന്ന് ഇതിന്റെ വീഡിയോ കണ്ടിട്ട് വന്നിരിക്കുവായിരുന്നു. ഇതിന്റെ ഇതെപ്പോഴും ഞാൻ ഇതിന്റെ പരസ്യം കാണാറുണ്ട്. പരസ്യമുള്ളതുകൊണ്ട് ഭയങ്കര വെള്ളം ഒഴിക്കണേ വാടി. എന്തുവാണ് അപ്പൊ? മൂവാണ്ടൻ മാങ്ങ, പണ്ടത്തെ നമ്മളുടെ മൂവാണ്ടൻ മാംഗോ. ഇതെന്തുവാ? ജാക്ക് ഡിയാങ് സൂര്യ. ഇതൊക്കെയാണ് സംഗതി. ഇത് മാത്രമേ മേടിച്ചുള്ളൂ, വേറെ തൈയൊന്നും മേടിച്ചില്ലേ? എല്ലാവർക്കും ഒരെണ്ണം വീഡിയോ ഉള്ളൂ. പപ്പ ഇത് എവിടുന്നാ കൊണ്ടുവരുന്നത്? ഡ്രാഗൺ ഫ്രൂട്ട് കിട്ടിയില്ലേ തയ്യ്? അത് നമ്മൾ കൃഷി ചെയ്യണം. ഓ, അതൊക്കെ ഇന്ന് ബുക്കിംഗ് ഉണ്ട്, 15 എണ്ണം 10 എണ്ണം ഒക്കെ. പക്ഷെ നമുക്ക് അത് വെക്കാനുള്ള സ്ഥലമില്ലല്ലോ. എന്താ വരിക? വിലയൊന്നും നോക്കിയില്ല, വിൽക്കാനിട്ടിട്ടുണ്ടായിരുന്നു. ഈ ഫേസ്ബുക്കിലൊക്കെ എപ്പോഴും ഇങ്ങനെ വരാറുണ്ട് ഇത്. ഈ കമ്പനിയുടെ ഇതാ, ഈ റെഡ് ചുളയുള്ള. ഇനി എന്തുകൂടെ വെള്ളം വരുമോ? ഒരു ബക്കറ്റ് വെച്ച് വെള്ളം കൊണ്ടുപോകും. ഈ ജാക്ക് ഡിയാങ് ഫ്രൂട്ട്. ഇതെന്തൊക്കെയാ? എല്ലുപൊടി, ജൈവവളം. കുഴി ഇച്ചിരി മണ്ണെടുക്കുന്നത്. അത്ര മണ്ണ് മതിയോ? വെക്കാനേ മോളെ? അതെല്ലാം ഉടച്ചു. മതിയോ? എടുത്തോളാം. മാന്തയിലൊക്കെ
കണ്ടുകൊണ്ടിരിക്കുന്നു. സാധനമൊന്നുമില്ല. ഇപ്പൊ ജൈവവളം ഇട്ടില്ലല്ലോ. അത് അടിയിലെ മുളക്. മതി അങ്ങനെയല്ല ഒന്നിപ്പോ ഇതിന്റെ ചൂടിലെ ഇച്ചിരി മണ്ണ് പൊട്ടിച്ചു. കാത്തു കളഞ്ഞു. മമ്മിക്കറിയാം എങ്ങനെ നടന്നതെന്ന്. പപ്പ ഇപ്പൊ പറയണ്ട. ഇങ്ങനെ അങ്ങ് വെച്ചാൽ മതി. ഇട്ട് അങ്ങോട്ട് വെച്ചിട്ട് വേണം മേള ദിവസം കൊടുത്ത് പൊട്ടിക്കും. കംപ്ലീറ്റ് വേറെ ഇത്ര നാളും മറന്നില്ല. മേലെ വന്നിട്ട് മഴ വയ്ക്കുക. കംപ്ലീറ്റ് വെയിൽ ചുറ്റിയിരിക്കുക. തൊഴിലുറപ്പിന് പോകുന്നുണ്ടോ അവര്? തൊഴിലുറപ്പിന് പോകുന്നുണ്ട്. ഇതിലൂടെ ഉള്ളോ? മൂത്തേ ഇച്ചിരി നൂരട്ടെ ആണാൻ പറ്റും. ഇച്ചിരി വളർന്ന അവർ പറഞ്ഞ ഇച്ചിരി മരുന്നോടൊക്കെ ഉണ്ട് ഇട്ടാണ്. ഇങ്ങനെ പിടിച്ചാൽ അടിച്ചിട്ടുണ്ട്. കല്ലുണ്ടായി നിൽക്കുക. ഞാനത് കല്ലുണ്ട് നമുക്ക് കല്ല് അതൊക്കെയാണെങ്കിൽ ഉറപ്പിക്കാവും. ബഡ് പ്ലാവാണോ? ബഡ് പ്ലാവല്ലേ? എല്ലാം ബഡ് പ്ലാവോ? നേരെ വെക്കണേ. ഇങ്ങോട്ട് നോക്കി ചിരിച്ചേപ്പാ. റംബുട്ടാനെ കൃഷിഭവനിലോ പഞ്ചായത്തിലാരാ? റംബൂട്ടാൻ 50, കൃഷിഭവൻ. പ്ലാവിന് 40. വളമില്ലേ? ഇപ്പോൾ വഴിയിലൊക്കെ നിൽക്കുന്നുണ്ട് ഒരു വിത്ത് കൊടുക്കുന്നത്. വഴിയിലൊക്കെ വാങ്ങത്തില്ല. പിന്നെ വേറെ നമ്മൾ വെച്ചിട്ടില്ല. ഇതിൻ്റെ സംഭവമില്ല. അത് 2 കമ്പൊക്കെ വാങ്ങി.
അപ്പോൾ ഇതേ നമ്മളുടെ തൈനടലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു കേട്ടോ. പപ്പയ്ക്ക് കൂടുതൽ ഇഷ്ടം ഇവിടെ മമ്മി നടുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഇവിടെ മോളെ കൊണ്ടാണ് വെപ്പിക്കാറ്. അത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ, എന്തോ പപ്പയുടെ ഒരു വിശ്വാസം, ഇവർ നട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല കായ പിടിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയും വിശ്വാസമാണത്. അതുകൊണ്ട് തന്നെ ആണ് കേട്ടോ മമ്മിയെ കൊണ്ട് നടിയിച്ചത്. അപ്പം അത് വീഡിയോ ഇത്രയും നാൾ നമ്മളിങ്ങനെ വീഡിയോ എടുക്കലും പരിപാടികളും ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ വീഡിയോ ആക്കിയ സ്ഥിതിക്ക് ഇത് നമ്മളുടെ യൂട്യൂബിൽ ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്കും ഇതുപോലൊക്കെ നടാനൊന്ന് തോന്നിയാൽ നല്ലതാണല്ലോ. നമ്മളുടെ വീട്ടിൽ തന്നെ വളർത്തിയെടുക്കുന്ന പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഒക്കെ ആണെങ്കിലും നമുക്ക് വിശ്വസിച്ച് ധൈര്യമായിട്ട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് അങ്ങ് കഴിച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഈ ഉപ്പിലും മഞ്ഞപ്പൊടിയിലും ഒക്കെ ഇട്ട് എത്ര നേരം നോക്കി നിൽക്കണം, ശരിയല്ലേ? നമ്മളുടെ കടയിൽ നിന്ന് മേടിക്കുന്ന ഒന്നും നമുക്കിപ്പോൾ വിശ്വസിച്ച് കഴിക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ട് നമ്മളത് മേടിച്ച് കഴിക്കുന്നു, അല്ലേ? അപ്പം നമ്മുടെ വീട്ടിലെ കഞ്ഞിവെള്ളവും ഉള്ളിത്തൊലിയും സംഭവങ്ങളും ഒക്കെ നമ്മളിതിന് തളിക്കാറുള്ളൂ കേട്ടോ. ഈ കഞ്ഞിവെള്ളമൊക്കെ പുളിപ്പിച്ച് തളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ കീടങ്ങളൊന്നും വന്നിരിക്കില്ല കേട്ടോ ഇതിൽ.